ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഈസി ആയിട്ട് ടെലിഗ്രാമിൽ ഒരു മൂവി ബോട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ടെലിഗ്രാം ഓപ്പൺ ചെയ്ത് സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ ബോട്ട് ഫാദർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിന് കാണാം ഈ ഒരു ബോട്ട്. ഈ ബോട്ടിൽ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തായിട്ട് മെനു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ ബോട്ട് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബോട്ടിന് എന്ത് നെയിമാണ് കൊടുക്കുന്നത് ആ ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഷാസ് മൂവീസ് എന്നുള്ള ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള യൂസർ നെയിം കൊടുക്കുക. ഒരുപാട് യൂസർ നെയിം ബോട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കൊടുക്കണം. മാത്രമല്ല ബോട്ടിനെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ബോട്ട് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ബോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനായിട്ട് ആ ലിങ്കിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പോൾ ബോട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ബോട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോട്ട് ഫാദറിൻ്റെ അവിടെ ടോക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് ആ ടോക്കൺ ഒന്ന് കോപ്പി ചെയ്യുക. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ കോപ്പി ആവുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോട്ടിനകത്ത് നമുക്ക് ചെയ്യാറുണ്ട്. ബോട്ടിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കീബോർഡോ സൈഡ് മെസ്സേജൊക്കെ എടുത്തിട്ട് അതിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബോട്ടിനകത്താണ് ചെയ്യുന്നത്. കീബോർഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു ബോട്ടിൻ്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്. അപ്പോൾ അത് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ആ യൂസർ നെയിം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സ്പേസ് അടിക്കുക. സ്പേസ് അടിച്ചിട്ട് ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലോൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്പേസ് കൂടി അടിക്കുക. എന്നിട്ട് നമ്മൾ ആ ബോട്ട് ഫാദറിൻ്റെ അവിടെ നമ്മുടെ ബോട്ടിൻ്റെ ടോക്കൺ കോപ്പി ചെയ്തില്ല, അതൊന്ന് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്താൽ മതി. നമ്മുടെ ബോട്ട് ക്ലോൺ ആയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ബോട്ട് വർക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു യൂസർ നെയിം കാണാൻ പറ്റും. ഈ ബോട്ടിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്ന ചാനലിൻ്റെ യൂസർ നെയിമാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ആയിട്ട് ഇടുക. അപ്പോൾ ബോട്ടിനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അതിൽ കാണാൻ പറ്റും. ബോട്ടിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ബോട്ട് സ്ലോ ആയാലൊക്കെ വരുന്ന അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതേ ബോട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രൂപ്പിലൊക്കെ സ്റ്റാർട്ട് അടിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ഈ ബോട്ടിനകത്താണ് ഓട്ടോ ഫിൽറ്റർ ബോട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. ഈ ബോട്ടിനകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മൂവീസ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടിയൊന്നും ഈ ബോട്ടിനകത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബോട്ടാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ 2 ബോട്ടിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.